ഗുഡ് മോർണിംഗ്. അങ്ങനെ വെളുപ്പിന് തന്നെ ഞാൻ കട്ടപ്പനയിൽ നിന്ന് ട്രിവാൻഡ്രം പോവാണേ. ഞാൻ കഴിഞ്ഞ ദിവസം സാരി ഡ്രേപ്പിംഗ് കോഴ്സിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നോ? ഞാൻ ആ കോഴ്സ് പഠിച്ചതിന് ശേഷം എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു വർക്കാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, രാജകുമാരീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിലോട്ട് വേണ്ടിയിട്ടാണ്. അങ്ങനെ വെളുപ്പിനൊരു 4 മണിയായപ്പോൾ തന്നെ ഞാൻ ട്രിവാൻഡ്രം എത്തി കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കല്യാണി, ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവളെ ആക്ച്വലി ഞാൻ സാരി ഡ്രേപ്പിംഗ് കോഴ്സിന് ചെന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. സോ എനിക്ക് ഇങ്ങനൊരു വർക്ക് വന്നപ്പോൾ ഞാൻ അവളെയും കൂടെ വിളിച്ചായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈനലി അവൾ എത്തി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ലൊക്കേഷനിലോട്ട് പോയത്. നമുക്കൊരു 8 മണി 8:30 ആവും കേട്ടോ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ലൊക്കേഷനിൽ എത്തണം, കാരണം ഒരുപാട് വർക്ക്സ് ഉണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ സ്റ്റുഡിയോ. ഇത് വെള്ളയമ്പലത്തുള്ള രത്ന ക്രിയേഷനാണ്. എൻ്റെ അമ്മയുടെ പേര് രത്ന എന്നാട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ പേരിലുള്ള ഒരു സ്റ്റുഡിയോയിൽ തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെച്ചിട്ട് കയറ്റമായിരുന്നു. എനിക്ക് ഒരുപാട് വർക്ക്സും വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഞാൻ ചുമ്മാ എടുത്ത കുറേ വീഡിയോസാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജകുമാരീസിൻ്റെ കോസ്റ്റ്യൂംസ് വന്നേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ വർക്ക് വന്നിട്ട് 2 മോഡൽസ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് 3 ടൈപ്പ് ഓഫ് സാരി ഡ്രീപ്പിംഗ് ആണ് ചെയ്യാനുള്ളത്. 2 എണ്ണം ഗോൾഡ് വെയറിലുള്ളതും 1 എണ്ണം ഡയമണ്ട് വെയറിലുള്ളതാണ്. പിന്നെ എനിക്ക് ഈ വർക്ക് കിട്ടിയത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷിനി ചേച്ചി മൂവിയിലെയും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റൊക്കെ മെയിൻ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഡിസൈനറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രാജകുമാരീസിൻ്റെയും കോസ്റ്റ്യൂം ഡിസൈനർ ചേച്ചി തന്നെയാണ്. അപ്പോൾ ചേച്ചിയാണ് ഇങ്ങനെ ഒരു വർക്ക് വന്നപ്പോൾ എന്നെ ഇതിലോട്ട് സജസ്റ്റ് ചെയ്തത്. ഞങ്ങളിപ്പോൾ സാരീസ് എല്ലാം പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണേ. മൊത്തം 3 സാരീസ് ഉണ്ട്. അത് 3 നമ്മൾ പ്രീപ്ലീറ്റ് ചെയ്ത് ഓൾറെഡി വെക്കുകയാണ് കേട്ടോ. ആ ഒരു ടൈമിൽ ബ്രൈഡൽസ് അല്ല, മോഡൽസ് എല്ലാം മേക്കപ്പ് റൂമിലാണ് കേട്ടോ. അങ്ങനെ 3 സാരി ഞങ്ങൾ പ്രീപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കല്യാണിയും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ഷിനി ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ മോഡൽ. ഈ കുട്ടീനൊരു ഹിന്ദു ബ്രൈഡൽ ലുക്കാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ മേക്കപ്പ് വന്നിട്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ജാസ്മിൻ അഞ്ചലാണ് കേട്ടോ. ആ ചേച്ചിയാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ചെയ്യുന്നത്. സാരി ഡ്രേപ്പിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. സോ ഞങ്ങൾ നല്ല രീതിയിൽ ജാസ്മിൻ ചേച്ചീനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജ്വല്ലറീസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ബ്രൈഡിന് വേണ്ടിയിട്ട്, മോഡൽസിന് വേണ്ടിയിട്ട്. പിന്നീട് കോസ്റ്റ്യൂം സ്റ്റൈലിങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടും എന്നെ നിർത്തിയായിരുന്നു കേട്ടോ. സോ അങ്ങനത്തെ ഒക്കെ എല്ലാ വർക്ക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ സെറ്റ് പൊയ്ക്കൊണ്ടിരുന്നത്. വളരെ നല്ലൊരു ക്രൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, റിലാക്സ് ചെയ്തും ടെൻഷൻ ഫ്രീ ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു സെറ്റ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞാൻ ഇന്നേ വരെ രാജകുമാരീസിൻ്റെ ഒരു ഷോപ്പിലും ഞാൻ പോയിട്ടില്ല. പക്ഷേ ഈ ഒരു ഷൂട്ടിന് വന്നുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് കളക്ഷൻസ് എനിക്ക് കാണാൻ പറ്റി. ഭയങ്കര വെറൈറ്റി, അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളക്ഷൻസ് എനിക്ക് കാണാൻ പറ്റി. പിന്നെ കുറേ ജ്വല്ലറീസും അതുപോലെ തന്നെ ഡയമണ്ട്സും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേയൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്തിട്ടില്ല, എടുക്കാൻ പറ്റിയിട്ടില്ല, ഷൂട്ട് ചെയ്യാനും പറ്റില്ല. പക്ഷേ അവരുടെ ആ ഒരു കളക്ഷൻസ് ഒക്കെ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ ആദ്യത്തെ മോഡലിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ ശേഷം നമ്മൾ 2ാമത്തെ മോഡലിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതും സെയിം തന്നെയാണ്, ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്ക് തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഫ് ജ്വല്ലറി ആണെന്നുള്ളൂ. ഗോൾഡ് തന്നെ, പക്ഷെ 2 പേരാണ്. പക്ഷേ എനിക്ക് ആക്ച്വലി ഇത് അറിഞ്ഞുകൂടാ എന്താണ് ഈ ഒരു ജ്വല്ലറിൻ്റെ ഒക്കെ പേരുകളൊന്നും അറിയില്ല. നമ്മളിങ്ങനെ നെഗാസ് കളക്ഷൻ, ചെട്ടിനാട് കളക്ഷൻ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഒരു ഡിഫറൻസ് ആണ് കേട്ടോ ഡയറക്ടർ ഇവിടെ മീൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്കിതിൻ്റെ പേരറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ 3ാമതായിട്ട് സാരി ഡ്രേപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കിലോട്ട് വേണ്ടിയിട്ടാണ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ ഡയമണ്ട് കളക്ഷൻസ് ആണ് കേട്ടോ. അങ്ങനെ ഹിന്ദു ബ്രൈഡൽ കഴിഞ്ഞു, ക്രിസ്ത്യൻ ബ്രൈഡൽ കഴിഞ്ഞു. 3ാമതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുസ്ലിം ബ്രൈഡൽ ലുക്കിലോട്ട് വേണ്ടിയിട്ടാണ്. ഇതിൽ ഫുൾ ലാച്ചേഴ്സ് ആണ്. പക്ഷേ ഇവിടെ ഡ്രസ്സല്ല മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്, ജ്വല്ലറീസ് ആണ്. പക്ഷേ രാജകുമാരീസിൻ്റെ തന്നെ ഡ്രസ്സസ്സാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇതൊരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് മെയിൻലി ഒരു ജ്വല്ലറിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഇവർ ഫുൾ അതിലോട്ടാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണ് കേട്ടോ. പല ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ ഒന്നും പേരൊന്നും. പക്ഷേ ഞാൻ ഒരുപാട് കളക്ഷൻസ് കണ്ടു. എനിക്കിത് കണ്ടിട്ടും മതിയാവുന്നില്ല. എനിക്കങ്ങനെ ഗോൾഡിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ എൻ്റെ കളക്ഷൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ 2ാം ദിവസത്തെ ഷൂട്ടിങ്ങിൽ അവർ കാഷ്വൽ വെയർസിനെ പറ്റിയ ജ്വല്ലറീസ് ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. കാഷ്വൽ വെയർ, ക്ലാസിക് വെയർ, സ്ട്രീറ്റ് വെയർ, അതുപോലെ തന്നെ ഓഫീസ് വെയർ, ഇതിനൊക്കെ പറ്റിയ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആയിരുന്നു കേട്ടോ അവർ കൊണ്ടുവന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് മാത്രമേ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഞാൻ സ്റ്റൈലിംഗ് സെക്ഷൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഷിനി ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ജോലികളുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ പറ്റുന്ന പോലെ വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഓരോ തരത്തിലുള്ള ഡ്രസ്സിന് ഏതൊക്കെ ടൈപ്പ് ജ്വല്ലറീസ് ആണ് നമ്മൾ ഇടേണ്ടതെന്ന് ഇവരെന്നാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തരിക. എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഏത് ഡ്രസ്സിന് എങ്ങനത്തെ തരം വേണമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ അസിസ്റ്റൻ്റായിട്ട് ഞാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഇവർ തന്നെയാണ് നമുക്കെല്ലാം സ്റ്റൈൽ ചെയ്യുന്നത്, എങ്ങനെ ഓർഡർ ബൈ ഓർഡർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവരെന്നാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഇവരുടെ ഒരു ടീം തന്നെ ഉണ്ട്. ആ ടീം ഫുൾ സ്റ്റൈലിംഗ് സെക്ഷൻ മാത്രമായിട്ടുള്ളതാണ്. അങ്ങനെ സെക്കൻഡ് ഡേയിലെ ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. ഇതാണ് കേട്ടോ ജാസ്മിൻ ചേച്ചി, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ നമുക്കിനി ഷൂട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായ കേട്ടോ. എനിക്ക് ഫസ്റ്റ് തന്നെ രാജകുമാരീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വർക്കാണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവരുടെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിന് ശേഷം എനിക്ക് പിന്നീട് കിട്ടിയൊക്കെ വലിയ വലിയ വർക്ക്സ് ആയിരുന്നേ. അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആക്ച്വലി ഞാനൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. പക്ഷെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഇതുപോലെ സാരി ഡ്രീപ്പിംഗ്, കോസ്റ്റ്യൂം സ്റ്റൈലിംഗ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ നാടകം, പിന്നെ ഒരു ചെറിയൊരു മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ എന്നെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ.